All are welcome to Comrade Media's ELP English Learning Program. First of all, today I am going to remind you some identical words which had already been discussed, I think. Even then, for the new viewers, prosperity and posterity. Prosperity is the development, that is a welfare. അഭിവൃദ്ധിയാണ്. അഭിവൃദ്ധി എന്ന മലയാളം. പ്രോസ്പെരിറ്റി, PROSPERITY. പോസ്റ്റെരിറ്റി, POSTERPOSTERITY. പോസ്റ്റെരിറ്റി മീനിങ് ഫ്യൂച്ചർ ജനറേഷൻ, ഭാവി തലമുറ എന്നാണ് പോസ്റ്റെരിറ്റി. പ്രോസ്പെരിറ്റി, പോസ്റ്റെരിറ്റി. So we have to maintain our environment safe for the sake of posterity. Posterity, future generation. അടുത്തത് ഹീലാണ്. HEAL ഹീലുമുണ്ട്, HEEL ഹീലുമുണ്ട്. HEAL ഹീല് മുറിവുണക്കുക എന്നർത്ഥം. മുറിവൊക്കെ ഉണങ്ങുക, ക്യൂർ ചെയ്യുക. മുറിവ് വൂൺസ് ക്യൂർ ആകുന്നതിന് ഹീൽ ചെയ്യാൻ, ഉണങ്ങുക എന്ന് പറയും. അത് ഉണങ്ങിയോ, മുറിവൊക്കെ ഉണങ്ങിയോ എന്ന് ചോദിക്കും. വസ്തു പറഞ്ഞ് ഈ ഹീൽ എന്ന എറ്റിമോളജിക്കലി ഹീൽ, എല്ലാം ഹീലായിരിക്കുന്ന, എല്ലാം നല്ല അസുഖമൊന്നും ഇല്ലാത്ത അവസ്ഥയാണല്ലോ. HEALTH ഹീല്, ഹെൽത്ത് എന്ന് പറഞ്ഞ ആ വാക്കിൽ നിന്നാണ് ഹീല്. പക്ഷേ മുറിവ് ഉണക്കുക എന്നുള്ള മീനിങ് ആയിട്ട് വെർബായിട്ട് ഉപയോഗിക്കുന്നു. മറ്റേ ഹീൽ HWL ഹീല് നൗണാണ്. നമ്മുടെ ഫുട്ടിൻ്റെ ബാക്ക് പാർട്ടാണ്. ഫുട്ടിൻ്റെ ബാക്ക് പാർട്ട് ഉപ്പൂറ്റി എന്ന് നമ്മൾ പറയുന്നതാണ് ഈ HWL ഹീൽ, ഹൈ ഹീൽഡ് ചപ്പൽ എന്നൊക്കെ പറയും. ഇനി അടുത്ത നമ്മൾ സാധാരണ നമ്മുടെ ചില പ്രത്യേകതകൾ, ബ്രീത്തിങ് പോലുള്ള ചില പ്രത്യേകതകളുണ്ട്. ടയേർഡാകുമ്പോൾ നമ്മൾ കോട്ട് വായിടും. കോട്ട് വായിടുക എന്നുള്ളത് കൊച്ചു കുട്ടികൾക്കൊക്കെ അറിയാൻ വയ്യാത്തൊരു വാക്കാണ്. ഇത് കോട്ട് വായിടുക എന്നുള്ളത് കൊച്ചു കുട്ടികൾക്ക് വേണ്ടി പറയുകയാണ്. YAWN എന്നാണ്. യോൺ വെർബാണ്. കോട്ട് വായിടുന്നു എന്നർത്ഥം. യോൺ, യോണ്ട്, YAWNED യോണ്ട്. യോണ്ട് തന്നെയാണ് തേർഡ് ഫോമും. അപ്പോൾ തുമ്മുക എന്നുള്ളതിന് സ്നീസ് എന്നാണ്. SNEEZD സ്നീസ്. സ്നീസ്ഡ്, സ്നീസ്ഡ് അതും വെർബാണ്. തുമ്മുന്നു, തുമ്മി എന്നുള്ള അർത്ഥം. പക്ഷേ ഈ ആസ്മ ഒക്കെ ആകുമ്പോൾ വലിവ്, ഇങ്ങനെ വലിക്കുക. വലിവിന് വീസിങ് ആണ്. WHEEZD വീസ്, സ്നീസ് തുമ്മുകയും, വീസ് വലിക്കുക എന്നുള്ള അർത്ഥമാണ് വീസ്. എന്നാൽ നമ്മൾ ആഹാരമൊക്കെ കഴിച്ച് നിറഞ്ഞിരിക്കുമ്പോൾ ഇങ്ങനെ ഉള്ള ഒരു സൗണ്ട് പുറത്തു വരും, അല്പം ഗ്യാസ്. അതിന് മലയാളത്തിൽ നമ്മൾ ഏമ്പക്കം എന്ന് പറയാറുണ്ട്. അതിന് രണ്ട് വാക്കുകളാണ് ഉപയോഗിക്കുന്നത് ഏമ്പക്കത്തിന്. ഹിക്കപ്പ്, HICCUP ഹിക്കപ്പും വരും. കഫ് ചുമയാണല്ലോ, അതിനിവിടെ HIയും കൂടി ചേർക്കും. HICOUGH ഹിക്കഫ് എന്ന് പറഞ്ഞാലും ഏമ്പക്കം എന്നുള്ള മീനിങ്ങാണ്. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്ന ഒരു ക്യൂറിയസ് തിങ് എന്ന് പറയുന്നത് ടെമ്പിൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അമ്പലമാണ് ടെമ്പിൾ. പക്ഷേ നമ്മുടെ പാർട്സ് ഓഫ് ഫേസിൽ ഒന്ന് ടെമ്പിളാണ്. ഇത് ചീക്സാണ്. ഈ സൈഡിലെ ബോണി സൈഡ്സ് ഓഫ് ദി ഫോർഹെഡ്, ബോണി പാർട്ടായത്, നോട്ട് ഫ്ലഷ്. ഈ ബോണി പാർട്ട്, ദ സൈഡ്സ് ഓഫ് ദി ഫോർഹെഡ്, FORHED ഫോർഹെഡ് നെറ്റിയാണ്. അതിൻ്റെ പാർശ്വങ്ങൾ, സൈഡ്സ്, നെറ്റിയുടെ പാർശ്വങ്ങൾ അല്ലെങ്കിൽ സൈഡ്സ് ഓഫ് ഫോർഹെഡിന് നമ്മൾ ടെമ്പിൾ, സ്പെല്ലിംഗ് സെയിം തന്നെയാണ്, TEMPLE ടെമ്പിൾ എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി അടുത്ത പലർക്കും പറ്റുന്ന ഒരവസ്ഥ ഞാൻ കേട്ടിട്ടുണ്ട്. പലരും അവന് ഡീപ്രമോഷൻ കൊടുത്തു എന്നാണ് തോന്നുന്നത്. ഡീപ്രമോഷൻ എന്നൊരു വേർഡില്ല, അത് മലയാളി ഉണ്ടാക്കിയ ഒരു വേർഡാണ്. ഡീപ്രമോഷൻ അല്ല, ഡിമോഷനാണ്. പ്രമോട്ട്, ഡിമോട്ട്, പ്രമോഷൻ, ഡിമോഷൻ എന്നാണ്. അടുത്തത് ഒബേ എന്ന് പറയുന്ന ഓപ്പോസിറ്റ് എഴുതാൻ പറയുമ്പോൾ പ്രെഫിക്സ് ചേർത്ത് ഓപ്പോസിറ്റ് എഴുതാൻ പറ്റും നമുക്ക്. ഫോർച്യൂൺ, മിസ്ഫോർച്യൂൺ, ലക്ക്, അൺലക്ക്. AB ചേർത്തിട്ട് നോർമൽ, അബ്നോർമൽ, യൂസ്, അബ്യൂസ്. ഇങ്ങനെ നമ്മൾ പ്രെഫിക്സ് ചേർത്തോ മിക്കവാറും നമുക്ക് ഓപ്പോസിറ്റ് എഴുതാറുണ്ട്. അപ്പോൾ ലെസ് എന്ന സഫിക്സ് ചേർത്തും കൊണ്ടും നമ്മൾ മോഷൻലെസ്, അനങ്ങാത്തത്, അങ്ങനെ നമ്മൾ അഡ്ജക്റ്റീവിൻ്റെ കൂടെ ലെസ് ചേർക്കാറുണ്ട്. അങ്ങനെ ഓപ്പോസിറ്റ് ഫോം ചെയ്യാറുണ്ട്. ഒറിജിനലായിട്ട് ഒരു വേർഡ്
സെപ്പറേറ്റായിട്ട് വേർഡ് കിട്ടുമെങ്കിൽ അത് തന്നെ എക്സാമിനേഷൻ എഴുതാവും. ഒബേ എന്ന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി ഡിസൊബേ എന്ന് കുട്ടികൾ എഴുതുന്നു. പിന്നെ അധ്യാപകർ ഇച്ചിരി മയം ഉള്ളവരാണെങ്കിൽ മാർക്ക് കൊടുക്കും. ഇത് അങ്ങനെയല്ല എഴുതേണ്ടത്. ക്ലിയർ എന്ന് പറയുമ്പോൾ അൺക്ലിയർ എന്ന് എഴുതുന്ന പോലെ അതിന് വിവിഡ് എന്ന് പറഞ്ഞാൽ വേഗ് എന്ന് എഴുതാവും. VIVID, വിവിഡ് എന്ന് വെച്ചാൽ ക്ലിയർ. അവ്യക്തം എന്നുള്ളതിന് വേഗ്, VAGUE. അങ്ങനെ ഒബേ എന്ന വാക്കിന് ഒരു ഓപ്പോസിറ്റ് വേർഡുണ്ട്. ഒബേ അനുസരിക്കുക, നമ്മൾ മലയാളത്തിൽ ധിക്കരിക്കുക എന്ന് പറയും. അതിനുള്ള വേർഡ് ഡിഫൈ എന്നാണ്, DEFY. അങ്ങനെ വരുമ്പോൾ നൗൺ എടുത്ത് ഒബീഡിയൻസ് നൗണാണ്, OBDE, OBDIENCE, ഒബീഡിയൻസ്. അതിനാ ഡിഫിയൻസ് എന്നാണ്, ധിക്കാരം. അനുസരിക്കുക, ധിക്കരിക്കുക, ഒബേ, ഡിഫൈ, DEFY. ഡിഫിയൻസ്, DEFIANCE, ഡിഫിയൻസ് ആണ്. അത് മനസ്സിലിരിക്കട്ടെ. അപ്പോൾ ഈ വേർഡ് ഉള്ളത് കൊണ്ട് ഒബേക്ക് ഡിസ് ചേർത്ത് നമ്മൾ പ്രിഫിക്സ് ചേർത്തുകൊണ്ട് നമുക്ക് ഓപ്പോസിറ്റ് വേർഡ് നമ്മൾ കോയിൻ ചെയ്തെടുക്കേണ്ട കാര്യമില്ല. ഇവിടെ നമുക്ക് ഇത് തന്നെ ഉപയോഗിക്കാം. ഡിഫൈ എന്നാണ് കോൺഫിഡൻസിൻ്റെ ഡിഫിഡൻസ് എന്ന് പറയുന്ന പോലെ. കോൺഫിഡൻസ് ഡിഫിഡൻസ് ആണ്, ആത്മവിശ്വാസം ഇല്ലായ്മ. ഇനി നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്ന യൂസ് ഓഫ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ നോക്കാം. Definite article must be used. The definite article the must be used after the names of rivers. The Ganga, പണ്ട് ഗാഞ്ചസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ ഗംഗ എന്ന് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ദ ജമുന, ദ കാവേരി, ദ ആമസോൺ, ദി നൈൽ, ദ ചേർത്താവേ. മൗണ്ടൻ റേഞ്ചസ്, ബിഫോർ ദി നെയിം ഓഫ് മൗണ്ടൻ റേഞ്ചസ് ദ ഷുഡ് ബി യൂസ്ഡ്. ദ ഹിമാലയാസ്, the Alps, the Carpathian, the mountains, Himalayas, Alps, etc. The Alps, the Himalayas. Any previously mentioned things or persons, ഒരു തിങ്ങോ ഒരു പേഴ്സണോ നേരത്തെ നമ്മൾ പറഞ്ഞെങ്കിൽ ഇതാ ചേർത്ത് വീണ്ടും പറയും. ഐ met a blind man today morning. The man was very rich. രാവിലെ ഞാനൊരു ബ്ലൈൻഡ് മാനെ കണ്ടു, ഭയങ്കര പണക്കാരനായിരുന്നു. ദ മാൻ വാസ് വെരി റിച്ച്. ദ മാൻ, കണ്ട മനുഷ്യൻ, ആ മനുഷ്യൻ, ആ എന്ന അർത്ഥത്തിൽ ഏർലി മെൻഷൻഡ് തിങ്ങിന് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഫെഡറേഷൻസ് ഓഫ് സ്റ്റേറ്റ്, സിംഗിൾ സ്റ്റേറ്റിന് നേഷൻ ഇല്ല. ഇന്ത്യ എന്ന് പറയുന്ന കാര്യമില്ല. നേരെ മറിച്ച് ഫെഡറേഷൻസ് ഓഫ് സ്റ്റേറ്റ്സ് ആണെങ്കിൽ ദ USA, ദ UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അതെല്ലാം ഒരുപാട് വർഷങ്ങൾ ചേർന്ന ഫെഡറേഷനാണ്. ദ USSR, USA, UK, എക്സെട്ര. UK എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, അയർലൻഡ്, വെയിൽസ്, 4 ചേർന്നതാണ് UK. അങ്ങനെ സ്ഥാപനങ്ങൾക്ക്, ഡിപ്പാർട്ട്മെൻറ്റുകൾക്കൊക്കെ ഇത് ചേർത്താണ് പറയേണ്ടത്. അല്ലാതൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് എങ്കിലും ദ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതാ ചേർത്ത് പറയുക. ദ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇങ്ങനെ ഇതാ ചേർത്താണ് ദ KSRTC എന്നാണ് പറയേണ്ടത്. ഗ്രാമറിൽ അറിയുമോനെ ചിലപ്പോൾ അത് നെഗ്ലക്റ്റ് ചെയ്യാറുണ്ട് എന്നേ ഉള്ളൂ. ഇതൊക്കെയാണ് ദ എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട സമുദ്രങ്ങളുടെ പേരുകൾക്ക് മുമ്പിലും ദ പസഫിക്, ദ ഇന്ത്യൻ ഓഷൻ, ദ അറേബ്യൻ സീ, ദ സമുദ്രങ്ങളുടെ പേര് പുറകിലും ദ ചേർക്കുക. ദാറ്റ്സ് ഓൾ ടുഡേ. താങ്ക് യു.